കുന്നിരിഞ്ചസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരുടെ ഒരു ഡൗട്ടായിരിക്കും ഞാൻ എന്താ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോസ് ഇടാത്തതെന്നാണ്. നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ കാണുമ്പോൾ ഡാൻസർ ഗേളും എന്നൊരു ചാനലും കാണണം. അതിലായിരിക്കും ഞാൻ കൂടുതൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അച്ഛൻ്റെ ഫോണാണ്. സോ എനിക്ക് കയ്യിലെപ്പോഴും കിട്ടുന്നത് അമ്മയുടെയാണ്. കാരണം അച്ഛന് ബിസിനസ്സിലൊക്കെ ഇതായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഫോൺ എനിക്ക് അധികം ഫ്രീ ആയിട്ട് കിട്ടാറില്ല. ഈ നൈറ്റ്സിലൊക്കെയാണ് എനിക്ക് കിട്ടുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് പഠിച്ച് കിടക്കും. അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാനും പറ്റത്തില്ല. ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ലേറ്റ് ആവും. സോ എഡിറ്റ് ചെയ്യണതും അമ്മയുടെ ഫോണിലാണ്. ഈ ഫോണിൽ കിട്ടത്തില്ല. കാരണം ഇത്തിരി ഹാങ്ങിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. സോ അത് കാരണം എഡിറ്റിങ് അതിലൊക്കെയാണ്. അപ്പോൾ എഡിറ്റിംഗ് ആപ്പ് ഞാൻ ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഷോട്ടും, ഇത് രണ്ടും ആണ് ഞാൻ എഡിറ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കാട്ടാൻ പോകുന്നത് എൻ്റെ ഇത് ഒരു LKG തൊട്ടുള്ള ഒരു ടേബിളാണ്. ഇതിനൊന്ന് ഇത്തിരി മെനക്കി എടുക്കണം. അപ്പോൾ ഞാൻ വച്ചിരിക്കുന്നത് ഒരു ജനലോട് ചേർന്നിട്ടാണ്. ഞാനിത് ഈ ഷീറ്റൊക്കെ മാറ്റി പുതിയത് വാങ്ങി. അപ്പോൾ അത് നിങ്ങൾക്കും കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. സോ ഈ ജനലോട് ഇത്തിരി ഇത് അരികൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെയൊക്കെ വൃത്തിയായിട്ടേ ഇല്ല. അപ്പോൾ ഈ പശ അതൊക്കെ ചിന്തിയിട്ട് ഒരു കറ പോലെ പിടിച്ചിട്ടുണ്ട്. സോ അതൊക്കെ മറക്കാനും ഞാനിത് ഇത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്കതെന്തായാലും കാണാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ ഷീറ്റ്. ഇത് വന്നിട്ട് ഒരു പിങ്ക് കളറായി. ടേപ്പ് ഒട്ടിക്കണം, അത് ഫൈനലി ഞാൻ ഒട്ടിച്ചോളാം. ഇതൊരു എന്താ പറയുക, പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് വിത്ത് ഡാർക്ക് ഫ്ലവേഴ്സ്. ഇത് ഇത്തിരി നല്ല വാട്ടർ പ്രൂഫൊക്കെ ഒന്ന് തോന്നണം. പിന്നെ ആദ്യത്തെ ഷീറ്റാണ് ഇത്തിരി ഡെക്കറേഷൻസാണ്. അപ്പോൾ ഇനി ഇത്തിരി ഇതേപോലെ ഗ്രാസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ സാമിമുറിയിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. സാമിമുറി ഈ നവരാത്രിക്കൊക്കെ വച്ചിട്ട് ഉരുകി പോയതാണിത്. അപ്പോൾ ഗൈസ് ഇവിടെ വെക്കാനാണ് കേട്ടത്. ഇവിടെ ഇത്തിരി പെയിൻറ്റിങ്സാണ്, സ്റ്റിക്കി നോട്ട്സ്. ഇവിടെ ഇത്തിരി പെയിൻറ്റിങ്ങാണ്. ഇത് ഞാനും അച്ഛനാണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ആദ്യം ഞാൻ ഇത് ഇവിടെ വെച്ചു. ഇത് മറയ്ക്കാനായിട്ടാണ് ഇതവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വലിയൊരു ഇതുണ്ട്, അതും വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. എന്നിട്ട് ഇതേപോലത്തെ ഒരു വെള്ള പണ്ടത്തെ ടിഫിൻ ബോക്സാണ്. സോ അതൊന്ന് വെച്ചു. ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെക്കാം. ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതേപോലെ ഫാദേഴ്സ് ഡേക്ക് ഞാൻ അച്ഛന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതേപോലെ ഒരു ഗിഫ്റ്റാണ്. സോ അത് വന്നിട്ട് കൊളായിപ്പോയി. ഞാൻ അപ്പാന്ന് എഴുതിയെന്ന് ബാവ എന്നതാണ് എഴുതിയത്. പണ്ടത്തരം കാട്ടിപ്പോയി. പിന്നെ ഒരു കൃഷ്ണൻ്റെ ഒരു കീ ചെയിനും വെച്ചു. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി സാധനങ്ങൾ വെക്കണം. ഇത് ഇത്തിരി ഗിൽറ്റ് ഞാൻ ഒരു കുപ്പിയിൽ മരുന്ന് കുപ്പിയിൽ ഇട്ടിട്ട് വെള്ളമാക്കി വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് വെള്ളം മാത്രമല്ല, നമ്മളിത്തിരി ഒരു ഇതുണ്ട്, ഒരു ജെല്ല് പോലത്തെ ഒരു സംഭവം, അതും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് നല്ല ക്യൂട്ടായിട്ട് പോകുന്നത്. നേരി കണ്ട നല്ല ഭംഗിയാണ് ഗൈസ്. അപ്പം അതൊന്ന് വെച്ചു. ഇവിടെയായിട്ട് വെച്ചു. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അവിടെ വെച്ചു. അപ്പം ഞാൻ തിരിച്ചു വെക്കാമെന്ന് വിചാരിച്ചോ. ആഹാ, ഞാൻ എൻ്റെ ക്യാമറ സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എപ്പോൾ വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുണ്ട്. കാരണം എനിക്ക് പ്രോപ്പറായിട്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല. ഇത് ഞാനുണ്ടാക്കിയ കീ ചെയിനാണ് ഗൈസ്. ഞാൻ കീ ചെയിനൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു ഇതേപോലത്തെ ഒരു പെൻസിലൊക്കെ ഇടുന്നൊരു ഇതേപോലെ യൂണിക്കോണിൻ്റെ ഒരു ഇത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഞാൻ ഇത്തിരി സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഈ ക്ലേ വെച്ചിട്ട് ഞാനൊരു പിന്നൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവമാണ് ഇത്. ചുമ്മാ ഞാൻ ചുമ്മാ അതൊന്ന് സൈഡിലേക്ക് വെച്ചു. നല്ല ക്യൂട്ടാണ്. ഇനി എൻ്റെ ഫ്രണ്ട്സായ ശ്രേയയും ശ്രദ്ധയും എൻ്റെ ഡാൻസിലുള്ള ബെസ്റ്റീസാണ്. ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവരൊക്കെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഗോൾഡ് ബിസ്ക്കറ്റ് 3 തന്നു. ഒരു ചേച്ചിക്ക് കൊടുത്തു, ഇത് ചേച്ചിക്ക് കൊടുത്തു. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഗൈസ് അത് അയ്യോ കണ്ടോ, ഞാൻ തിരിക്കുമ്പോൾ ഇത് പോണു, അതൊക്കെ പോവാണ് ഗൈസ്. ദേഷ്യം വരുന്നുണ്ട് ഗൈസ്. അത് വെച്ചു. പിന്നെ ഇതേപോലെ ഗോൾഡ് ബിസ്ക്കറ്റ്സ്. ഇനി എൻ്റെ കിൻഡർ ജോയിന്ന് കിട്ടിയ ഒരു ആളാണ്, കണ്ടോ കണ്ണും മൂക്കൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ച് നോക്കിയറിയാം. അപ്പോൾ അതും വെക്കാണ്. ഇതിവിടെ ഒന്ന് നിർത്തണ പോലെ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുന്നത് ആൾ. പിന്നെ ഒരു കൃഷ്ണനെ വെക്കാനുണ്ട്. ഇത് ക്ലേ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇനി ഇവിടത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ചോറ്റാനിക്കരയിൽ നിന്ന് വാങ്ങിയ സരസ്വതി ദേവി, പിന്നെ 2 താമര, ഒരു പേപ്പർ താമരയാണ്, അത് ദേവിയുടെ അപ്പുറം ഇപ്പുറയും വെച്ചു. ഡിവോൾസ് ഇത്തിരി ഭക്തി കൂടുതലാണ്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലത്തെ ഒരു ഫേക്ക് ഫ്ലവറാണ്, ഫേക്ക് ഫ്ലവർ അല്ല പ്ലാന്റാണ്, അത് വന്ന് വെച്ചു. പിന്നെ ദേവിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു കുളം, ഒരു താമരക്കുളം പോലെ മീനൊക്കെ ഇട്ടിട്ട് ക്ലേ വെച്ച് ഉണ്ടാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊരു ഡ്രിങ്ക് ഡിഷാണ്, സ്ട്രോബെറിയുടെ ഡ്രിങ്ക് ഡിഷ്. ഇതിന് വാർണിഷ് അടിച്ച് ആണെങ്കിൽ വാർണിഷ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വളരെ ഈസിയാണ് കേട്ടോ. പിന്നെ ഒരു ശിവലിംഗം അതിവിടെ ഇട്ട് വെച്ചു. ഒരു കൃഷ്ണനാണ്, ഒരു കൃഷ്ണൻ്റെ കീച്ചെയിനാണ് ഗൈസ്, ഉണ്ടോ നല്ല കീച്ചെയിൻ. അത് വന്നിട്ട് ഞാൻ ഇവിടെ വെച്ചു, ചെയിൻ കാണാത്ത രീതിക്ക് വെച്ചു. ഒരു കണിയൊക്കെ ഒരുക്കി, ഒരു കണി, കുഞ്ഞു കണി, മനസ്സിലാവില്ല, കുറേ തേങ്ങ ഇത് മാങ്ങയ്ക്കുക. പിന്നെ ഒരു കുട്ടി സദ്യ. എൻ്റെ വീട്ടിലെ സദ്യക്ക് ഇങ്ങനെയായിരിക്കും: ചോറ്, സാമ്പാർ, പപ്പടം, അവിയൽ, ബീട്രൂട്ട്, പിന്നെ അച്ചാർ, കുഞ്ഞ് സദ്യ. അതും ഇതേപോലെ എൻ്റെ അടുത്ത് തന്നെ വെച്ചു. പിന്നെ കുറേ മയിൽപ്പീലി, പിന്നെ ഇത്തിരി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ് ഞാൻ കാണിത്തരാം. 3-4 അവക്കാഡോ, പപ്പായ തെറ്റിപ്പോയി, അവക്കാഡോ ഞാൻ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചാണ് കേട്ടോ, വേണ്ടാന്ന് വിചാരിച്ചു. ഇതേപോലെ സൈഡിലായിട്ട് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഇവിടെ വെക്കണം, ഇതൊരു ക്യൂ ആണ് ഗൈസ്. ഇനി ഗൈസ് പിസ്ത ഷെൽസൊക്കെ കൂട്ടി ഒട്ടിച്ച് പിസ്റ്റൽ ഷെയ്ഡ്സ് വെച്ചിട്ട് ഇതേപോലെ കളർ ചെയ്തെടുത്താൽ. പിന്നെ ഒരു തവളാച്ചി കൂട്ടനെ വാർണിഷ് അടിച്ചപ്പോൾ ഫുൾ സ്പ്രെഡായി. എനിക്ക് ഇത്തിരി ഒരു ഇതുണ്ട് പരവേഷം. ഇത് വന്നിട്ട് ഒരു മീനാക്ഷി അമ്മൻ്റെ ഫേസാണ്, ഉണ്ടോ, മധുരൈ മീനാക്ഷി അമ്മ. പിന്നെ ഇത് വന്നിട്ടൊരു പമ്പരം പോലത്തെ, കിൻഡർ ജോയ് എന്നല്ല, ഒരു റൗണ്ട് പോലെ കിൻഡർ ജോയ് പോലെ തന്നെ. പോയിട്ടില്ല, നമ്മുടെ അടുത്തര വളരെ രസമാണ്. ഇങ്ങനെ കളിക്കുറിക്കും. ഞാനിവിടെയാണ് വെച്ചത്, ഒരു പ്ലെയിനാണ്. പിന്നെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു പെന്നൊരു സ്റ്റാൻഡാണ്. ഇതിനകത്ത് കുറേ ഉണ്ട്. ഇത് അലങ്കോല. ഇത് വന്നിട്ട് 2-3 പുതിയ ക്ലിപ്പാണ്. ഇത് എൻ്റെ ഒരെണ്ണം തലയിലുണ്ട്, ഇതുണ്ടോ നല്ല ക്ലിപ്പാണ്. ഇത് അടുത്തൊരു മോളിൽ നിന്ന് വാങ്ങിയതാണ്, മാളിൽ നിന്ന്. ഒരെണ്ണം കൂടി ഉണ്ട്, അതിൻ്റെ ഇതാണ്, സ്ലിപ്പാണ്. പിന്നെ ബ്ലേഡ് കുറേ, പിന്നെ ഇവിടെ സ്റ്റാപ്ലെയർ, പെൻ ബ്ലേഡ്, പെന്നുകൾ. ഇതേപോലെ ഇത് വന്നിട്ട് എൻ്റെ പെൻസിലാണ്. ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഫാത്തിമ തന്നതാണ്. ഇവിടെ റീറൈറ്റ് ചെയ്യാം. ഇതൊരു ഇറേസറാണ്, പെന്ന്, ഡ്രോയിങ് പെൻസിൽസ്, കത്രിക, ടൈപ്പ് ഓഫ് സ്കെയിൽ അങ്ങനെയൊന്നുമില്ല, നമ്പർ സ്കെയിലും ഷേപ്പ് സ്കെയിലും മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്തിരി സ്കെച്ച് ഈ സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ജേണൽ കിറ്റും ഒരു കുഞ്ഞു നോട്ട്ബുക്കും 2 ടേപ്പും. അതിൻ്റെ ഇതിലായിട്ട് ഇവിടുത്തെ സ്പേസ് ഇട്ട് ഫെവിഗമും ഫെവിക്കോളും വച്ചിട്ടുണ്ട്. ഇതൊക്കെ അച്ഛൻ്റെ ആണ്, അച്ഛൻ എനിക്ക് തരും. ഇത് തീരാതെ ആയതാണ്, തീരും, അച്ഛന് തീരും. ഇത് പുതിയതാണ്, യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഇല്ലല്ലേ, ഒത്തിരി ടൗണിൽ പോകുമ്പോൾ ഒരു വലിയൊരു ക്രാഫ്റ്റ് ഷോപ്പുണ്ട്. സ്റ്റേഷനറി ഐറ്റംസ് ഫുൾ കിട്ടുന്നൊരു ഷോപ്പാണ്.
സോ അവിടെ നിന്ന് വാങ്ങിയതാണ്. ആദിത്യ ബുക്ക് സ്റ്റോൾ എന്നാണ് പേര്. അവിടെ നിന്ന് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഞാൻ ഇനി പോകുമ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങും. സോ ഗൈസ്, ഈ പിക്ചേഴ്സൊക്കെ ഞാൻ തന്നെ വരച്ചാണ്. ഇതൊക്കെ അമ്മയുടെ അഴയിലിടുന്ന ക്ലിപ്പാണ് ഗൈസ്. കണ്ടിട്ടില്ല പാവം. അപ്പോൾ ഗൈസ് അങ്ങനെ ഗൈസ് നമ്മളിതൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തു. പിന്നെ എൻ്റെ ഈ ഒരു വാളിൽ ഇവിടെ ഒരു ഫാൻ ഉണ്ട്, നിൽക്കട്ടെ. വാളിൽ ഞാൻ തന്നെ വരച്ചൊരു ശിവനാണ്. നല്ല രസമല്ലേ. പിന്നെ പൂക്കൾ, ഇത് വന്നിട്ടൊരു പൂക്കൾ, ഇത് ടൂലിപ്സാണ്. ഇതേ നല്ല ഫ്ലവറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെയൊക്കെ ഇത്തിരി ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു യൂണിക്കോൺ, ഇവിടെ ക്യാറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബുക്കാണ്. ഇത് നമ്മുടെ ഒരു സിമ്പിളാണ് ഗൈസ്. ഇത് എൻ്റെ 4 ഫ്രണ്ട്സിൻ്റെ വീട്ടിലുണ്ട്. പിന്നെ ഒത്തിരി സ്റ്റിക്കേഴ്സും റാൻഡംലി ആയിട്ട് ഞാൻ വച്ചേക്കാണ് ഓരോ തീമിൽ. ഇപ്പോൾ ഗൈസ് പിന്നെ ഇവിടെ എൻ്റെ പിങ്കിയാണ് ഇരിക്കുന്നത്, പിങ്കിക്കുട്ടൻ. ഇവനെ ഞാൻ പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വാങ്ങിയത് ശബരിമലയിൽ നിന്നാണ്. പിന്നെ ഇവിടെ ഒരു ആദ്യം ടേബിളിൽ വിരിച്ചൊരു തുണി ഇവിടെ വിരിച്ചു. തണുപ്പായതുകൊണ്ട് എൻ്റെ ടേബിൾ ചുരുക്കാനും പറ്റും. ഇങ്ങനെ തണുപ്പായതുകൊണ്ട് ഞാൻ 2 മാറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പിങ്കീനെ എന്നെയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു കുട്ടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ് ഇനി നിങ്ങൾക്ക് ഇതേപോലെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ 2 ചാനലും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ അടുക്കി ഒതുക്കി ക്ലീൻ ചെയ്ത് വെക്കുന്ന ഇഷ്ടമാണെങ്കിൽ ഒരു യെല്ലോ ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. സോ ബൈ ബൈ.